അപ്പോൾ മഴയുടെ വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ വയനാട്ടിൽ നല്ല മഴയാണ്. ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ല കൂടെയാണ് വയനാട്. PV ജോഷില വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ് പറയണോ മഴ മോർണിംഗ് പറയണോ? മഴ മോർണിംഗ് ആയിരിക്കും നല്ലത് വിനിഷ. ഓക്കെ, എന്താണ് മഴയുടെ അവസ്ഥ? രാവിലെ മുതലേ നല്ല മഴയാണെന്ന് തോന്നുന്നു. ശക്തമായ മഴയാണ് വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വലിയൊരു ഭയപ്പെടാനില്ല എന്നുള്ള തോന്നലാണ്. കാരണം ഇന്നലെ നല്ല വെയിലായിരുന്നു. ഇന്നലെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇന്നലെ നല്ല വെയിലായിരുന്നു. ഇന്ന് രാവിലെ മുതലാണ് വയനാട് മഴ ശക്തമായി പെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അത്ര ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വയനാടിനെ സംബന്ധിച്ചിടത്തോളം മഴ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ആശങ്ക ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നാൽ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. എന്നാൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വിനിഷക്കറിയാലോ, ഉത്തര മലബാറിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ഉത്തര മലബാറിൽ തെയ്യക്കാലം ആരംഭിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. തുലാപ്പത്താണ്. അന്ന് മഴ പെയ്യും എന്നുള്ളതാണ് വിശ്വാസികളുടെ ഒരു വിശ്വാസം. ആ ഒരു രീതിയിൽ മഴ ഇന്ന് ശക്തമായി എന്തായാലും ഉണ്ട്. ന്യൂനമർദ്ദം, അതുപോലെ തന്നെ തുലാവർഷം എന്നൊക്കെ മറ്റ് രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും മഴ ഇന്ന് വളരെ ശക്തമാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മഴ രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വയനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൽപ്പറ്റയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. വയനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വിനിഷ. ശരി, ഏതായാലും വയനാട് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ വന്ന മുന്നറിയിപ്പ് അതാണ്. അതായത് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. ഏതായാലും 10 മണിയോടുകൂടി പുതിയ മുന്നറിയിപ്പ് വരും. ഇതിൽ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ ജോഷിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറത്തും വയനാടുമൊക്കെ വലിയ രീതിയിലുള്ള മഴയാണ് ഇന്നലെ രാത്രി മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കുന്നുണ്ട്.